ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിൻ്റെ ഒരു കുഞ്ഞു ഡെയിലി ലൈഫാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് രാവിലെ തന്നെ. ഇന്ന് ഫുൾ ടൈം മഴ തന്നെയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഫുൾ ടൈം മഴ തന്നെയായിരുന്നു, ഇന്നും മഴ തന്നെ തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ നിന്ന് വരുന്നതും അപ്പുറത്തെ വീടൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കണ കൊച്ചി വെയിൽ കണ്ടപ്പോൾ ഒന്ന് വെച്ചതായിരുന്നു, വെള്ളം ഉറ്റിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ബാത്റൂമിൻ്റെ അവിടെ വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് തുടച്ചില്ലെങ്കിൽ കുട്ടികളുണ്ട്, വഴുക്കി വീഴും. പിന്നെ അതാ ഇപ്പോൾ ഇത്തിരി മഴ തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ മഴ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഇത്തിരി മഴ തോർന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ തൊടിയിൽ തൊടിയിൽ കീരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരേ സമയം 2-3 കീരികൾ വരുന്നുണ്ട്. വേസ്റ്റ് കഴിക്കാനൊക്കെ വരും കേട്ടോ. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൾ വന്ന് തിന്നും. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് നായ്കളുണ്ട് കേട്ടോ. നമ്മളവിടുത്തെ പോലെ. പിന്നെ അവിടെ നിന്ന് നായ്ക്കൾ പറഞ്ഞപ്പോൾ നമ്മളവിടെ ടിക്കു എന്ന് പേരിട്ടിട്ട് ഒരാൾ ടിക്കു വരും, നായ് വരും. അപ്പോൾ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ അത് അവിടെ കണ്ട് നമ്മുടെ കൂടെ ഒന്നും വരുമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പം വണ്ടി ഇല്ല കേട്ടോ. വണ്ടി ഇപ്പോഴും കാറുണ്ടാവും. അപ്പോൾ അവിടേക്ക് എന്തിനും പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ വണ്ടി നിർത്താനുള്ള നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ ഹോം ടൂർ ബാക്ക് ക്യാമറയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഇതാ അപ്പോൾ അവിടെ എല്ലാവരുടെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ തൊട്ട് തന്നെ നമുക്ക് അയൽ കെട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൊയ്യാക്ക മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തൊടി ആരുടേന്നൊന്നും അറിയില്ല, തൊട്ട് കുറച്ച് സ്ഥലം തൊടിയൊക്കെ ഉണ്ട്, കൊയ്യാക്കയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം ശ്രദ്ധിക്കണം, പെട്ടെന്ന് വലിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിസ്സായി താഴെ പോകുമ്പോൾ ഞാൻ മിരട്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം എന്തിനേയും വരുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവരിക എന്നല്ലാണ്ട് നല്ല ശ്രദ്ധിക്കണം. 10 കണ്ണ് വേണം പിന്നെ നോക്കണമെങ്കിൽ. നമ്മുടെ രജിക്കുട്ടിക്കൊക്കെ ഇപ്പോൾ 4 വയസ്സായതുകൊണ്ട് ഭയങ്കര വികൃതിയൊക്കെയാണ്. കണ്ടില്ലേ അവളുടെ വർത്താനങ്ങളൊക്കെ നല്ല രസമാട്ടോ അവളുടെ. പിന്നെ അപ്പം ഞാൻ കൊയ്യാക്ക വലുതായിട്ട് മുകളിലാട്ടോ, എത്തുന്നില്ല. പിന്നെ കീരി നായി എല്ലാം ഉണ്ട് തൊടിയിൽ. നമ്മുടെ മറ്റേ സാധനം വെറുതെ കണ്ടിട്ട് കാണാണ്ടിരിക്കട്ടെ. പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ കമ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റും. തുണികളിടാൻ നമുക്ക് എല്ലാ ഭാഗത്തും അവിടുത്തെ പോലെയല്ല, ഇവിടെ കുറേ തുണികളിടാനുള്ളൊരു സൗകര്യമുണ്ട്. ഉള്ളിൽ ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഇവിടുന്ന് ഉണങ്ങിയതൊക്കെ അവിടെ കൊണ്ടിടും. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ മഴ നിന്നതിന് പിന്നെ നമുക്ക് അകത്തായി വരണം. എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ തന്നെയാണ് ഞാനും. പിന്നെ നമ്മുടെ റോസാച്ചെടി പോയതാട്ടോ, ഭയങ്കര സങ്കടമായി. അവിടുത്തെ എല്ലാ ചെടിയും പോയി. പിന്നെ ഞാൻ വരുമ്പോൾ ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ, 1 മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി നമ്മുടെ ബേബിത്താത്താക്കും ഷെയ്ലത്താത്താക്കൊക്കെ കൊടുത്തു. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു വാതിൽ തുറന്നൊന്നും ഇടൂല. അവിടെ 3 ആൾ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആൾക്കാരല്ല, വേറെ ആൾക്കാരാണ്. ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ചെറിയൊരു ഫാമിലി കേട്ടോ താഴെ ഇരിക്കണത്. ഞങ്ങൾ മുകളിൽ ഒരു താഴെയായിട്ടാണ്. അവർക്ക് 7 കേട്ടോ വാടക. 50 അഡ്വാൻസും നമുക്ക് 6 അപ്പോൾ അതിൻ്റെ മൺചട്ടികളൊക്കെ അടിയിൽ ഇങ്ങനെ കൗത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം തുണികളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാം ഇവിടെ. പിന്നെ കീരിനെ ഞാൻ കണ്ടിട്ടോ, ഒരേ 4 എണ്ണമൊക്കെ കണ്ടു. എന്നെ തന്നെ നോക്കുക അങ്ങനെ. നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് വെച്ചുണ്ടാക്കുമ്പോഴേ ഇത്ര ദിവസം പൂട്ടിക്കിടന്ന വീടല്ല, ആരും ഇല്ലല്ലോ. പെട്ടെന്ന് നമ്മളുടെ സൗണ്ട് കണ്ടപ്പോൾ നോക്കുമായിരിക്കും വന്നിട്ട്. പിന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ അങ്ങനെ അതിലിടുക, തുണികളിടുക. പിന്നെ രാവിലെ ഒരേ കുട്ടികൾ സ്കൂളിൽ പോകണ തിരക്കൊക്കെയാണ്. ഇപ്പോൾ രഞ്ജി മോൾക്ക് നേരത്തെ സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ 5 മണിക്ക് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം വേഗം അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കും. അപ്പോൾ കത്തിരിക്ക കറി വെച്ചിട്ടുണ്ട്, ചോറ് തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മാറ്റിയെടുക്കണം. അവൾ പോകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അവൾക്ക് കറി വേണ്ട, ഉള്ളിവാട്ടി മതി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അതാട്ടോ ഇഷ്ടം. അപ്പോൾ അതും മുട്ട പൊരിച്ചതും ആക്കി കൊടുത്തു. പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഗ്യാസിലൊന്ന് തിളപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ റിയാസ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ല, അത് ഇതുപോലെ വെള്ളം വിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലൊന്ന് വെട്ടി തിളപ്പിച്ച ശേഷം ഊറ്റും കേട്ടോ. പിന്നെ രാത്രി ചോറ് വെക്കില്ല കേട്ടോ, ഒറ്റ ട്രിപ്പന്നെ വെക്കുള്ളൂ, നമ്മുടെ ഉണ്ടരി ആയതുകൊണ്ട്. പിന്നെ കുട്ടികൾക്ക് റഹീസ് കുട്ടിക്കും റിച്ച് കുട്ടിക്കും സ്നാക്സ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അവർക്ക് രണ്ടാക്കും ഞാൻ കുറച്ച് നെയ്യും പഴം ഉണ്ടായിരുന്നു, റിയാസ്ക വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അത് നെയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ പൊരിച്ചിട്ട് സ്നാക്സ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ രാവിലെ അവർ കുറച്ച് കഴിക്കുകയും ചെയ്ത് ചായയും കുടിച്ചു. അപ്പം ഇനി കുറച്ച് സ്നാക്സ് ആക്കിയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടീച്ചർ എപ്പോഴും പറയും സ്നാക്സ് കൊടുത്തു വിടുകയെന്ന്.
അപ്പോൾ അവൾ രണ്ടാൾക്കും ആക്കി കൊടുക്കും. അങ്ങനെ അതാ ഞാൻ നല്ല നെയ്യിലൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് അവൻ കഴിക്കാനും കൊടുത്തു. കുറച്ച് രണ്ടാളുടെ പ്ലേറ്റിലും ആക്കി കൊടുത്തിട്ട് ഒരു 3 പഴം എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 2:30 നമ്മൾ പാത്തുകുട്ടിനെ വിളിക്കാൻ പോവുള്ളൂ. പാത്തുകുട്ടി പിന്നെ ചിലപ്പോൾ ഇത് കഴിക്കും. അവൾക്ക് എന്താ കഴിക്കണം അത് കൊടുക്കും കേട്ടോ. ചോറാണെങ്കിൽ ചോറ് കൊടുക്കും, അല്ലെങ്കിൽ നാഷ്ടയാണെങ്കിൽ നാഷ്ട കൊടുക്കും. പിന്നെ ഇത് അവൾ കൊടുത്താൽ ചിലപ്പം കഴിക്കും, അല്ലെങ്കിൽ തുപ്പിക്കളയും. അപ്പോൾ അവൾക്ക് എന്താ ഇഷ്ടം അത് കൊടുക്കും കേട്ടോ. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഇത് കൊടുത്ത് പിന്നെ അതിൽ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കും. മധുരം ഉണ്ടെങ്കിലേ തിന്നുള്ളൂ, പഴം അത്ര ഒരു മധുരം പോരാ. അപ്പോൾ ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ കേട്ടോ. അത് 11 മണിയാകുമ്പോഴത്തേനും അലിയോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അവർ തിന്നോളും. പിന്നെ ഞങ്ങൾ അവരൊക്കെ സ്കൂളിൽ പോയി. പിന്നെ വൈകുന്നേരം കേട്ടോ അവർ വന്ന്. അപ്പോൾ സ്കൂൾ വിട്ട് അവർ വന്ന ശേഷമുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അപ്പോൾ കുട്ടികൾക്ക് വന്നാൽ എന്തായാലും വിശക്കും. അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കടയിലൊക്കെ പോയതട്ടോ. കടയിൽ പോകുമ്പോൾ കണ്ട വീഡിയോ ആണ് ആ കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഇങ്ങനെ പഞ്ചസാര മിക്സ് ആക്കിയിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കട്ടോ ബ്രെഡ്. അപ്പോൾ അവർ വൈകുന്നേരം ചായക്ക് അത് തിന്നോളും. രാത്രിയായി ആദ്യമായിട്ടാ. രാത്രിത്തെ പുതിയ വീടായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ക്ലിയർ, പെയിൻ്റൊക്കെ ആയതുകൊണ്ടേ ക്ലിയർ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോറൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഇനി ഞാനും റിയാസ്ക്കൊക്കെ വയ്ക്കണം. അപ്പോൾ ഒരു സന്തോഷം കൂടി ഉണ്ട്, അത് ഞങ്ങളോട് പറയാൻ വിചാരിച്ചു. അപ്പോൾ റിയാസ്ക കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ കട്ടിൽ പഴയ കട്ടിൽ കൊടുത്തല്ലോ, പൊളിച്ചില്ലേ, അത് ഞാൻ 15 വർഷമായി വാടകയ്ക്ക് 17 വർഷമായി വാടകയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഇടയിൽ ആരോ തന്നതാണ്, 15 കൊല്ലം എന്തോ ആയി പഴയ കട്ടിൽ. അപ്പോൾ എന്താണ് ഇവിടെ വന്നപ്പോൾ കട്ടിലില്ലാണ്ടായി. ഒരു കട്ടിലേ ഉള്ളൂ, ഒരു കട്ടിലാട്ടോ, അതിൽ ചെറിയ കട്ടിലാണത്. കുട്ടികളുടെ മുകളിൽ കിടന്ന് ഞങ്ങൾ താഴ്ത്ത് കിടക്കുക പറഞ്ഞാൽ അവർ ഉരുളുന്ന ആൾക്കാരാണ്, പൊത്തുന്ന താഴെ വീഴും. അപ്പോൾ താഴ്ത്ത് കിടക്കുന്നതിൽ നല്ലതെന്ന് വിചാരിച്ച് ഉരുളുന്ന ആൾക്കാരാണ്. താഴ്ത്തുണ്ടാവും ഒരുവർക്കും കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും താഴ്ത്ത് കിടക്കണത് നല്ലത്. പിന്നെ നമുക്ക് ടൈൽസ് ആയതുകൊണ്ട് തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ റിയാസ്ക കുട്ടികൾക്ക് ഒരു ബെഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് 4 ആൾക്കും കിടക്കാൻ പാകത്തിനുള്ള കട്ടിലാട്ടോ. അപ്പോൾ ഇവിടെ ഞാനും റിയാസ്കയും കിടക്കും. കുട്ടികളെ താഴ്ത്ത് കിടത്തി എന്തായാലും താഴ്ത്ത് വരും. അപ്പോൾ നമ്മുടെ പാത്തുക്കുട്ടി താഴ്ത്ത് കിടക്കണതല്ലേ, അപ്പോൾ അവൾക്ക് തണുപ്പ് ചേരൂല. അപ്പം നമ്മളൊരു ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്, ഒരു ബെഡ് വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു വിലക്ക് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് അവരൊക്കെ ബെഡ് കിട്ടിയ സന്തോഷം. അപ്പോൾ ബെഡിൻ്റെ കളറ് കണ്ടോ, റോസ് കളർ കേട്ടോ. അപ്പോൾ വലിയ ബെഡാണ്, 4 ആൾക്ക് കിടക്കണം എന്ന് വേണ്ടി ചോദിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഇതിലിങ്ങനെ കിടക്കാമല്ലോ. ബജിക്കുട്ടി എങ്ങനെയുണ്ട് കിടക്കാൻ, സുഖമുണ്ടോ? അപ്പോൾ ഇത് കിട്ടിയ സന്തോഷത്തിലൊക്കെ പുതച്ച് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഹാപ്പിയാണിപ്പോൾ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ ഇതാ കട്ടിൽ പോലെ തന്നെ ഉണ്ട്, കട്ടിലിൻ്റെ ആവശ്യമില്ല കേട്ടോ, നല്ല ഇതുള്ള കട്ടില. 4 ആൾക്ക് വേണ്ടി ചോദിച്ച് വാങ്ങിയതാണ്. 3000 ഉറുപ്പിക കേട്ടോ ആയിട്ടുള്ളൂ. റിയാസ്ക മേടിച്ചു കൊടുത്തു കുട്ടികൾക്ക് കിടക്കട്ടെ. എന്തായാലും ടൈൽസ് അല്ലേ, തണുപ്പ് കയറുന്ന കട്ടിലും ഇല്ലല്ലോ. അപ്പോൾ കുറേ ദിവസം അവർക്ക് ഇനി സുഖമായി കിടക്കാൻ മനസ്സമാധാനത്തിൽ നമുക്ക് കുട്ടികളുടെ ഒരു സന്തോഷം കാണുമ്പോൾ അതൊരു ഇതല്ലേ. നമ്മുടെ പാത്ത് കിട്ടി കണ്ട നല്ല ചൂടുണ്ട് അല്ലേ, മഴ നല്ല മഴയത്ത് കയറി കിടക്കാൻ നല്ല സുഖമില്ലേ പാത്തിക്കുട്ടി. പിന്നെ നമ്മുടെ മോളെ ഒരു വടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ആ ബെഡിൽ ഞാനും റിയാസ്കയും കിടക്കും. അപ്പം ബിരി ഹായ് പറ, ഗുഡ് നൈറ്റ് പറ. സന്തോഷമായ ബെഡ് കിട്ടിയപ്പോൾ? എല്ലാവരും ചോറൊക്കെ വേയിച്ചോ ചോദിക്ക്. അവളെ ഒറ്റക്ക് ഇട്ട പനിയനാട്ടോ, തിരിച്ചിട്ടിരിക്കണ അവള്. അപ്പോ എൻ്റെ കുട്ടി ഒറ്റക്ക് പറഞ്ഞു ഇനി നമുക്ക് നല്ലൊരു സ്വന്തമായിട്ടൊരു വീട് കിട്ടണേ പറ. എല്ലാവർക്കും സലാം പറ. അസ്സലാമു അലൈക്കും പറയാതെ ഉള്ള ഭർത്താൻ അങ്ങനെയല്ലേടി, നീ എപ്പോഴും പറയില്ലേ അലൈക്കും സലാം, അങ്ങനെ അസ്സലാമു അലൈക്കും. സന്തോഷം കണ്ടില്ലേ, ബെഡൊക്കെ കിട്ടിയപ്പോൾ അതിൽ ചാടി മറിയായിരുന്നു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് കുട്ടികൾക്ക് ബെഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും കട്ടിലില്ലല്ലോ, അപ്പോൾ തണുപ്പത്ത് കിടക്കണ്ട പറഞ്ഞിട്ട് 4 ആൾക്ക് ഒപ്പം ഒരുമിച്ച് കിടക്കാൻ പറഞ്ഞിട്ട് അതിനെ എടുത്താട്ടോ. വില കമ്മിയിൽ കിട്ടിയതാണ്, നമുക്ക് അറിയുന്നതാണ്ടൊക്കെ കമ്മിയാക്കി തന്നു. അപ്പോൾ 9000ൻ്റെ ബെഡൊക്കെയാണെന്നാണ് പറഞ്ഞത്. അത്രയൊന്നും ഇല്ല, എന്നാലും നമ്മൾ അത്രയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, 3000 കൊടുത്തിട്ടുള്ളൂ. പിന്നെ റിയാസ്ക്കാക്ക് അറിയണ കടയായതുകൊണ്ട് കുറവ് കൊടുത്തു, എന്നാലും വേണ്ടില്ല കേട്ടോ. 4 ആൾക്ക് കിടക്കാം സുഖമായിട്ട്, ഇങ്ങനെയും കിടക്കാം അങ്ങനെയും കിടക്കാം, എങ്ങനെ വേണമെങ്കിൽ കിടക്കാം, അങ്ങനെയും കിടക്കാം. ഇത് പിന്നെ തല്ലാനുള്ള വടി ഗൈസ്.
അല്ലേ മോളേന്ന് കിട്ടിയത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ആ ടാറ്റാ ബൈ. ടാറ്റാ ബൈ പറ. ഹാപ്പി ആയിട്ട് അതൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ആ മേടിച്ചത്. അവൾ സന്തോഷത്തിൽ തണുപ്പിൽ കിടക്കണ്ടല്ലോ അല്ലേ. അത്രയും കാലം പഴയ പൊട്ടക്കട്ടിലല്ലേ കിടന്നത് പാവം. അപ്പം കുറേ മൂത്രമൊക്കെ ഇതായതല്ലേ. അപ്പം ഞാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ പറ്റൂല. വല്ല സൂക്കടും വന്നാലോ. അതൊക്കെ ഇനി നിങ്ങൾ കണ്ടില്ല അവിടെ പഴയത് പൊളിച്ച്. നമ്മൾ 7 കൊല്ലം അവിടെ ഇരുന്നു കേട്ടോ. വരുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മക്കളുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞ പോലെ സ്വന്തം ഒരു വീടായിട്ട് പോകാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും സ്വന്തം വീട് പറഞ്ഞ് എപ്പോഴാണ് അള്ളാഹ് നമ്മുടെ ഇതാക്കാമെന്നൊന്നും അറിയില്ല. കിട്ടാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ചില കമൻറ്റ് ഇട്ടാൽ കാണൂല കേട്ടോ. അത് ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്നല്ല, തന്നാലാവണതാണ്. കൂടുതൽ കമൻറ്റ് വരുമ്പോൾ പോണതാണെന്ന് തോന്നുന്നു. എന്താ അറിയില്ല. ഇപ്പോൾ പുതിയ നിയമങ്ങളല്ലേ. നമ്മുടെ ഇപ്പം സംസാരം മുഖവും ഒന്നുമില്ല പറഞ്ഞാൽ പ്രശ്നങ്ങളാവും. പുതിയ നിയമങ്ങളാണ് യൂട്യൂബിൽ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഹോം ജോലി ചെയ്യുമ്പോൾ ഫേസ് കാട്ടി നിന്ന് ചെയ്തിട്ടാണ്. അപ്പം അതിന് കുറേ ബാഡ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബാഡ് കമൻറ്റൊന്നും മൈൻഡ് ചെയ്യണില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഇതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.